ഇന്നൊരു മുട്ടച്ചോറായാലോ? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇത്. പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കറിവേപ്പിലയും ചെറിയ പീസ് ഇഞ്ചിയും 4 വെളുത്തുള്ളിയും കടിച്ചത് ചേർത്തിളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു ഒണിയൻ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ക്യാരറ്റും ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വഴണ്ട് വരുമ്പോൾ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് 1 മിനിറ്റ് നേരം നന്നായി വഴറ്റിയെടുക്കാം. ഇനി 1/4 കപ്പ് വെള്ളം ചേർത്ത് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി മസാലയൊക്കെ സൈഡിലാക്കി വെച്ച് നടുവിലേക്ക് 2 മുട്ട മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം മുട്ട നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാല റെഡിയായി. ഇനി റൈസ് ഉണ്ടാക്കാം. ഞാനിവിടെ 1 കപ്പ് ജീരകശാല റൈസാണ് എടുക്കുന്നത്. ഇനി പാനിലേക്ക് ഒരല്പം ഓയിലും നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ റൈസ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ചോറ് റെഡി. ഇനി ചോറിലേക്ക് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയിലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഉപ്പ് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ പെപ്പറും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ സെറ്റ്. ഇനി സാലഡും അച്ചാറും കൂട്ടി കഴിക്കാം.